നോക്കി പോ കൊച്ച്. രാത്രിയുടെ യാമങ്ങളിൽ ഈ സിറ്റിയെ കാണാൻ ഒരുപാട് ഭംഗിയുണ്ട്. ഇതെന്റെ അവസാനത്തെ കാഴ്ചയാ. എനിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ അവർക്കെല്ലാവർക്കും വെറുക്കപ്പെട്ടവളായി. ഇപ്പം എനിക്ക് ആരുമില്ല, ആരും എന്നെ ഇഷ്ടപ്പെടുന്നുമില്ല. ആർക്കിടയിൽ എനിക്കിനി ജീവിക്കണ്ട. അത്ര പെട്ടെന്ന് നിന്നെ മരിക്കാൻ വിട്ടിട്ട് വേണ്ടേ? ഏയ് യു ഹായ് ധോനി. വൈബ, നിനക്ക് എന്താ വേണ്ടത്? എന്നെ വിട്. കിടന്ന് തിളക്കാതടി. കോളേജിൽ പഠിക്കുമ്പോൾ അതേ തിളപ്പ് തന്നെയാണല്ലോ ഇപ്പോഴും. ഇപ്പൊ എന്തിനാടി നീ ചാവാൻ നോക്കുന്നത്? എന്താ നിന്റെ മറ്റവൻ നിന്നെ ചതിച്ചിട്ട് പോയോ? വയറ്റില് കൊച്ചുണ്ടോടി? ഉണ്ടെങ്കിൽ നിനക്കെന്താ? എന്റെ കാര്യം നോക്കാൻ നീ ആരാ? എന്റെ കയ്യിന്ന് വിട്. ഈ ലോകത്തുനിന്ന് എനിക്ക് പോയേ പറ്റൂ. ധോനി, നീ നിന്റെ ജീവൻ എടുക്കാൻ എന്തായാലും തീരുമാനിച്ചു. ഞാൻ അതിന് തടസ്സം നിൽക്കുന്നില്ല. പക്ഷേ നീ മരിക്കുന്നതിന് മുമ്പ് അതിന്റെ കാരണം അറിയാൻ എനിക്ക് വല്ലാത്തൊരാഗ്രഹമുണ്ട്. നീ പറ. കോളേജിലുള്ള ധോനിയല്ല ഇപ്പൊ എന്റെ ഈ മുന്നിൽ നിൽക്കുന്നത്. ആ ധോനിയല്ല. ആ ധോനി എപ്പോഴും മരിച്ചു. ഒരുപാട് കാലം കഴിഞ്ഞില്ലേ വൈബ? എന്റെ കോളേജ് കാലം എനിക്ക് തിരിച്ചു കിട്ടൂ. വൈഭവ്, നമുക്ക് ക്ലാസ്സിൽ കയറേണ്ടടാ എന്തെങ്കിലും. എടാ, ഞാൻ എന്റെ റാബിറ്റിനൊന്ന് കണ്ടോട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിലേക്ക് വരൂ. എന്റെ പൊന്നു വൈഭു, നീ എത്ര പിന്നിൽ നടന്നിട്ടും അവൾ ഇതിനൊന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോടാ. അവള് തിരിഞ്ഞു നോക്കില്ലെങ്കിലും ഞാൻ അവളെ നല്ലപോലെ നോക്കുന്നുണ്ട്. എനിക്കത് മതി. നീ എന്താ ചേച്ചി എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതാ വരുന്നു നിന്റെ റാബിറ്റ്. വൈഭവ്, ഇത് കോളേജാ, മതി വെള്ളിറക്കിയത്. ഞാൻ അവളുടെ അടുത്തൊരു കുശലാന്വേഷണം നടത്തിയിട്ട് വരാവേ. ആ, ഇവന് കിട്ടിയതൊന്നും പോരാ. ഹായ് ധോനി. വൈബ, നിനക്ക് കിട്ടിയതൊന്നും പോരെ? നീ എന്തിനാ എന്റെ പുറകെ വരുന്നേ? നീ എന്റെ മുന്നേ നടക്കുന്നുണ്ട്. കുറച്ചു നാള് നീ എന്റെ പുറകെ നടന്നു നോക്ക്. അപ്പൊ ശരിയായില്ലേ? നോൺസെൻസ്. ഐ ഓൾറെഡി ടോൾഡ് യു ഐ ഡോണ്ട് ലൈക്ക് യു. ബട്ട് ഐ ലവ് യു. നീ എന്നെ വെറുത്തോ? നിന്നെ സ്നേഹിക്കാൻ എനിക്ക് നിന്റെ അനുവാദം ഒന്നും വേണ്ടടി പെണ്ണേ. ധോനി, നീ ഇവിടെ നിൽക്കാണോ? ഇങ്ങോട്ട് വന്നേ. അശ്വിൻ, ഇത് എങ്ങോട്ടേ കൊണ്ടുപോകുന്ന? വിട്. അശ്വിൻ, അവളുടെ കയ്യിന്ന് വിടാ. എടാ വിടാൻ. ഇത്ര ധൈര്യം ഉണ്ടായിട്ടാ അവളുടെ കയ്യെ കയറി പിടിച്ചത്. ചോദിച്ചു കേട്ടില്ല ഇതിന്റെ അടുത്ത്. ഇനി ഇതുപോലെ ആവർത്തിച്ചോ കൊന്നു കളയുന്ന. അവനെ വിട്. എടാ, പ്രശ്നമാവോ? ഏയ് വേണ്ടടാ, അവൻ പറയുമ്പോ പോവാ. അവൻ പറയാതെ അവന്റെ കാര്യത്തിൽ ഇടപെടുന്ന അവന് ഇഷ്ടമല്ലല്ലോ. വൈഭവ്, അശ്വിൻ എന്റെ ഫ്രണ്ടാ. എന്റെ കാര്യത്തിൽ ഇടപെടാൻ നീ ആരാ? പണത്തിന്റെ അഹങ്കാരം മറ്റുള്ളവരുടെ ദേഹത്തല്ല കാണിക്കേണ്ടത്. ആരുടെ പിന്നാലെ നീ ഇതുപോലെ നടക്കുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ധോനി, പോട്ടെ, നമുക്ക് പോവാം. ദാ, ഇത് ഇന്നത്തെ സ്പീച്ചിനുള്ള ഡയലോഗ്സാ, പഠിച്ചേക്ക്. വൈഭവ്, അവള് പോയടാ. എന്താ അവള് പറഞ്ഞു കേട്ടിട്ട് ഫീൽ ആയിട്ടുള്ള നിപ്പാണോ? ഇതിപ്പോ ആദ്യമായിട്ടൊന്നല്ലല്ലോ, ഇതെനിക്ക് ശീലായി. നിനക്ക് എങ്ങനെയാടാ ധോനിയോട് ഇഷ്ടം തോന്നി തുടങ്ങിയത്? ഫ്രഷസ് ഡേഡ് എന്ന് അവളുടെ പാട്ടിൽ മൂക്കുകുത്തി വീണതാ ഞാൻ. ഫസ്റ്റ് കണ്ടപ്പോ തന്നെ എനിക്ക് അവളെ ഇഷ്ടമായി. ഐ റിയലി ലൈക്ക് യുവർ വോയിസ്. വൈഭവ്, എന്ത് പറ്റിടാ? അവൻ ഫ്ലാഷ് ബാക്കിൽ മുഴുകിപ്പോയി തോന്നുന്നു. എന്ത് പറ്റി ധോനി? വൈഭവ് ഇന്നും വല്ല പ്രശ്നം ഉണ്ടാക്കി വന്നിട്ട് അടുത്ത്. അവൻ എനിക്ക് പ്രശ്നം തരാത്ത ഒരു ദിവസങ്ങളുണ്ടോ ശരത്തെ? കംപ്ലൈന്റ് ചെയ്താലും പ്രിൻസിപ്പളൊന്നും അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കില്ല. അവനൊക്കെ വലിയ പുള്ളിയല്ലേ. പിന്നെ
നമ്മളിനി കുറച്ച് നാളും കൂടിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ എക്സാം കഴിഞ്ഞ് കോളേജ് നമ്മളെ വിടില്ലേ. പിന്നെ ധ്വനി എന്ത് ശരത്, എന്തെങ്കിലും പറയാനുണ്ടോ? ധ്വനി ഇപ്പം നമ്മുടെ കോളേജ് അവസാനിക്കാറായി. ഇനിയും ഞാൻ പറയാതിരുന്ന അത് എനിക്കാ നഷ്ടം. പിന്നെ ധ്വനി തന്നെ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ശരത്, ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. എനിക്കിപ്പോ പഠിക്കണം. ഞാൻ സോറി. സോറി ഒന്നും പറയണ്ട ധ്വനി. ധ്വനി എൻ്റെ ആപ്ലിക്കേഷനോടൊക്കെ ഇടുന്നോട്ടെ. താൻ ഇപ്പം മറുപടി പറയണ്ട. തൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് പതിയെ പറഞ്ഞാൽ മതി. ഞാൻ കാത്തിരിക്കാൻ തയ്യാറാ. താങ്ക് യു സോ മച്ച് ശരത്, എന്നെ മനസ്സിലാക്കിയതിന്. ഞാൻ പേടിച്ചു പോയി. താനും ഇനി വൈഭവിൻ്റെ നീ എൻ്റെ പിന്നാലെ നടക്കുമെന്ന്. നാനേ, നായനാ, എടി എന്തിനാടി എന്റെ കബേഡിൽ നിന്ന് ഡ്രസ്സ് എടുത്തിട്ടത്? അത് പുതിയത്. നിനക്ക് ഡ്രസ്സ് അച്ഛൻ പേടിച്ചെന്നിട്ടില്ലേ? സോറി ചേച്ചി, അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ടാ ഞാൻ അതൊന്ന് എടുത്തിട്ടിട്ട് പോയത്. നിനക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് എടുക്കുമ്പോൾ പേടിക്കണമായിരുന്നു, അല്ലാതെ ഞാൻ മേടിച്ചു കഴിഞ്ഞിട്ടല്ല എൻ്റെ എടുക്കേണ്ടത്. വൃത്തിപേണേ നീയെ, അവളെ കൊലക്കുറ്റൊന്നും ചെയ്തില്ലല്ലോ. നിന്റെ ഡ്രസ്സൊന്നും എടുത്തിട്ടൊന്നല്ലേ ഉള്ളൂ. അതിനിപ്പോ എന്താ? ചേച്ചി അറിയിക്കാകുമ്പോ അങ്ങനെയൊക്കെ ഇടാം. അതെന്തമ്മേ എന്നോട് മാത്രം ഈ പക്ഷഭേദം? ഞാൻ എന്തെങ്കിലും അവിടെ സ്ഥാനം എടുത്തതിന് ഇതൊന്നല്ലല്ലോ അമ്മ പറയാറ്. മൂത്ത മകളായതുകൊണ്ടാണോ എന്നെ ഇത്ര അവഗണിക്കുന്നത്? പക്ഷഭേദം കാണിക്കേ. നീ എന്തൊക്കെയാ പറയുന്നത്? എന്തിനാ ഇവിടെ കിടന്ന് തർക്കിക്കുന്നേ? എന്തിനാ നായന മോളെ എങ്ങനെ ചെയ്യുന്നേ? മോൾക്ക് അച്ഛൻ ഡ്രസ്സ് എടുത്തു തന്നിട്ടില്ലേ? പിന്നെ എന്തിനാ ചേച്ചിയുടെ എടുക്കുന്നേ? ധ്വനി, അച്ഛൻ വേറെ മേടിച്ചു തരാം. ഇനി പ്രശ്നം ഉണ്ടാക്കല്ലേ. ചെല്ലു മോളെ. നീ എന്റെ സാധനങ്ങളിൽ കൈവയ്ക്കേ, അപ്പൊ തരാം നിനക്ക്. രണ്ടും കൂടി ചിരിക്കുന്നുണ്ടല്ലേ. എന്താ വൈഭവേ, കൈവിട്ട് പോയിട്ടാ. അവളെ അവൻ കൊണ്ടുപോയി. കോളേജിലെ വലിയ ടോപ്പറൊക്കെ ആയിരിക്കും അവൻ. അതും പറഞ്ഞ് എന്റെ പെണ്ണിനെ എന്നെ നിന്ന് തട്ടിയെടുക്കാൻ നോക്കിയാ. അവൻ ശരിക്കും ഞാൻ ആരാണെന്ന് അറിയൂ. ഡാ അടങ്ങ നീയായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. അവർ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അവൾ ഒന്നും കൂടി നിന്നെ വെറുക്കുകയുള്ളൂ. രണ്ടാളും കൂടി എന്താ ചിരി. ഇടം മിണ്ടാതിരിക്കടോ പൊന്നി, അല്ലെങ്കിൽ അവൻ കത്തി നിൽക്കുക. അവനിടയ്ക്ക് പെട്രോളും കൂടി കോരി ഒഴിക്കാതെ. ഓ, നല്ല ഭംഗിയുണ്ടല്ലേ പ്ലേസ് ഒക്കെ കാണാൻ. താങ്ക് യു ശരത്. ഞാനും ഫസ്റ്റ് ടൈമാ ഇതുപോലത്തെ പ്ലേസിൽ വരുന്നത്. സോ ബ്യൂട്ടിഫുൾ. ഏയ് ശരത്, എന്തായി ചെയ്യുന്നത്? നോ, വേണ്ട കേട്ടോ. ഈ പ്ലേസിനെക്കാട്ടും തന്നെ കാണാനാ കൂടുതൽ ഭംഗി. ഓക്കെ, ഞാൻ എന്തായാലും തന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. ധ്വനി, ഞാൻ ലൈബ്രറിയുടെ അവിടെ എത്താറായി. ഇപ്പൊ തന്നെ വരാം. ശരത്, ഒന്ന് നിൽക്ക്, എനിക്ക് സംസാരിക്കണം. എന്ത് സംസാരിക്കാൻ? എനിക്ക് തിരക്കുണ്ട്. നിനക്ക് തിരക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പറയുന്നത് കേട്ടിട്ട് നീ ഇവിടുന്ന് പോവും. നീയും ധ്വനിയായിട്ട് എന്താ ബന്ധം? പറച്ചിലല്ല, ചോദ്യമാണല്ലേ. ഞങ്ങൾ തമ്മിൽ പല ബന്ധമുണ്ടാവും, അത് നിന്നെ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ എനിക്ക് അധികാരമുണ്ട്. ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവളെ എൻ്റെ ആവാൻ പോകുന്നതുകൊണ്ട്. നീ ആരാ അവളുടെ പിറകെ ഇങ്ങനെ നടക്കാൻ? അത് എനിക്കിഷ്ടമല്ല. നീ അവളെ ഇഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞിട്ട് അവളുടെ ജീവിതത്തിൽ കയറി ഇടപെടാൻ നിനക്ക് എന്താ അധികാരമുള്ളത്? അവള് പറഞ്ഞിട്ടുണ്ടോ അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന്? നീയായിട്ട് മനസ്സിൽ ഓരോന്ന് കൽപ്പിച്ച് കൂട്ടിയിട്ട് അത് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാൻ നിൽക്കണ്ട. പിന്നെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. എനിക്ക് അവളെ ഇഷ്ടം, അവൾക്ക് എന്നെ ഇഷ്ടം. ശരത്ത്, നീ അതിര് കിടക്കുന്നുണ്ട്. ധ്വനി എൻ്റെ പെണ്ണാ. നീ എത്ര ഉച്ചത്തിൽ ഇത് പറഞ്ഞാലും അവള് നിന്റേതാവാൻ പോകുന്നില്ല. അവളെ എന്റെയാ. അവള് നിന്നെ ഇഷ്ടപ്പെടുന്നുമില്ല. എന്നേക്കുമായി വെറുക്കുക ചെയ്യുന്നത്. You bastard. ശരത്, വൈഭവ്, വൈഭവ് സ്റ്റോപ്പ് ഇറ്റ്. വൈഭവ് സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? അവൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. ആണോ?
ഇഷ്ടത്തിലോ? അതെ, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില. അതിന് നിനക്കെന്താ വൈഭവം? നോ, ഐ ഡോണ്ട് ബിലീവ് യു. യു ആർ റോങ്. നിനക്ക് ധനി, നിന്നെ എനിക്ക് മാത്രം ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയൂ. ലോയലായി എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി നീയാ. അവനൊരിക്കലും നീയല്ല. അവൻ നിന്നോട് ലോയലായിരിക്കില്ല. ഐ എം ക്രേസി ഫോർ യു. എനിക്ക് അത്ര നിന്നോട് പ്രണയമുണ്ട്. എൻ്റെ മനസ്സ് നീ മാത്രമേ ഉള്ളൂ. നീ എൻ്റെ കൂടെ വാ. എനിക്ക് എന്ത് വേണമെങ്കിൽ ഞാൻ പണം കൊടുത്താലും എന്ത് മേടിച്ചു കൊടുത്താലും നിന്റെ കൂടെ കിടക്കാൻ വരെ തയ്യാറാവുന്ന ഒരുപാട് പെമ്പിളരെ കണ്ടിട്ടുണ്ടാവും. അതിൽ എന്നെ പെടുത്തണ്ട നീ. പണത്തിന്റെ മീതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നെ ഒരിക്കലും മേടിക്കാൻ പറ്റില്ല. ഞാൻ നിന്നെ ഒരിക്കലും സ്നേഹിക്കില്ല. ഐ നെവർ എവർ ലവ് യു. ഐ ഹേറ്റ് യു. ശരത്, നമുക്ക് പോവാം. വൈഭവ്, നീ എന്താണ് ഞങ്ങളെ കൂട്ടാതെ പോകുന്നത്? നീ ശരത്തോടെ അടിയായിന്ന് കേട്ടപ്പോഴാണ് ഞങ്ങൾ അവിടുന്ന് വന്നത്. പക്ഷെ അപ്പോഴേക്കും എന്താ ഉണ്ടായേ? എല്ലാം തീർന്നു. ധോനി, അതിവിടെ അവസാനിച്ചു. വേറൊന്നുമില്ല. ധോനി, നിന്റെ അടുത്ത് സംസാരിക്കാനാ ഞാൻ വന്നത്. ആരാണ് നിന്താച്ച പറയ ശരത്തെ? നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട്? നീ നമ്മള് ഇപ്പൊ ഇഷ്ടത്തിലായിട്ട് 8 വർഷമായില്ലേ? നിനക്കിപ്പോൾ ജോലി കഴിഞ്ഞ് സെറ്റിൽ ആവുകയും ചെയ്തല്ലേ? ഇനിയും നീട്ടിക്കൊണ്ട് പോണോ? ഞാൻ നിന്റെ വീട്ടിലേക്ക് എൻ്റെ പാരൻസിനെ പറഞ്ഞു വരട്ടെ? വിൽ യു മാരി മീ? ശരത്തിനെ ഇനിയും വെയിറ്റ് ചെയ്യിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ എന്തായാലും ഇന്ന് വീട്ടിൽ ചെന്നിട്ട് അച്ഛനമ്മയോടും ഇത് പറഞ്ഞോളാം. പിള്ളേർ തമ്മിൽ ഇഷ്ടപ്പെട്ടില്ലേ? ഇനി എന്തായാലും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തുന്നല്ലേ നല്ലത്. ശരത്തിനും അതിനെ ആഗ്രഹം അല്ലേടാ? അതന്നെ എൻ്റെ അഭിപ്രായം. ഒരുപാട് നീട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടികളുടെ സന്തോഷം തന്നെയല്ലേ നമ്മുടെയും സന്തോഷം. എല്ലാവരുടെ അഭിപ്രായം എങ്ങനെയാണെങ്കിൽ ഇനി നീട്ടിക്കൊണ്ടുപോണ്ട. ഈ മാസം തന്നെ നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ട് മോതിരമാറ്റവും കല്യാണം ഒരുമിച്ചാക്കാം. കല്യാണം പെട്ടെന്ന് നടക്കുന്നെന്ന് വിചാരിച്ച് അതിന് കുറവൊന്നും ഉണ്ടാവരുത്. ഞങ്ങളുടെ ഒരേ ഒരു മകന്റെ കല്യാണ ആഡംബരമായിട്ട് തന്നെ നടത്തണം. പെണ്ണു വീട്ടുകാരെന്ന് കുറവുകളൊന്നും സംഭവിക്കരുത്. അതോർത്ത് പേടിക്കണ്ട. ഞങ്ങളുടെ കുട്ടികളുടെ ചെറുപ്പം മുതൽ ഞങ്ങൾ അവർക്ക് വേണ്ടിയുള്ളതെല്ലാം കരുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ മൂത്ത മോളുടെ കല്യാണമല്ലേ, ഒരു കുറവും ഉണ്ടാവില്ല. നല്ല രീതിയിൽ തന്നെ അത് നടത്തും. എടി ചേച്ചി, നിന്റെ ശല്യം ഇന്ന് ഈ ഒരു മാസം കൂടി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നീ ഇവിടുന്ന് പോ. വേഗം പൊക്കണേ, തിരിച്ചു വരരുതേ. ഒന്ന് പോടി ഇവിടുന്ന്. ഇവനെന്താണ് ഇങ്ങനെ നോക്കുന്നത്? മണ്ഡപത്തിന്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. ആ പാചകപ്പരയുടെ അവിടെ ടാർപ്പായി ഒന്ന് കെട്ടാനുണ്ട്. അതൊന്ന് പോയി കെട്ടു. ഞാൻ പോയി കെട്ടാൻ. ചെറിയ ശരത്തല്ലേ വരുന്നേ? കല്യാണത്തിന്റെ തലേ ദിവസം ചെറുക്കൊരു പെണ്ണിന്റെ വീട്ടിൽ എന്താ കാര്യം? അച്ഛാ, ധോനിക്ക് ബ്യൂട്ടി പാർലർ ഒന്ന് പോണെന്ന്. അപ്പൊ ഞാൻ കൊണ്ടുപോകാന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാവരും തിരക്കല്ലേ, ഞാൻ വേഗം കൊടുന്നാക്കും ചെയ്യാം. ശരത്തേട്ടാ, ചുറ്റിക്കറങ്ങാൻ പോവരുത്. നാളെ കഴിഞ്ഞ് എവിടേക്കും പോവാന്നുള്ള കാര്യം മറക്കാനൊക്കരുതേ. നിന്റെ അറിയത് പെണ്ണെ, മോൻ ചെല്ലേ. അവൾ അങ്ങനെയൊക്കെ പറയൂ. അത് നോക്കണ്ട. ശരത്, ശരി അച്ഛാ, എന്നാൽ ഞങ്ങൾ ഇറങ്ങാൻ നോക്കട്ടെ. പോയിട്ട് വരും മക്കളെ. സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കണം കേട്ടോ. ബ്യൂട്ടി പാർലർ കുറേ സമയം എടുത്തല്ലോ. അച്ഛന് ചെല്ലുമ്പോൾ എന്ത് പറയും? വണ്ടിക്ക് തന്നെ. ധോനി, ഞാൻ കാറൊന്ന് നോക്കട്ടെ കേട്ടോ. താൻ ഇവിടെ തന്നെ ഇരിക്കണേ. ഓ നോ, കംപ്ലൈന്റ് ആയി. എന്ത് പറ്റി ശരത്ത്? ഓക്കെ അല്ലേ? വേഗം വീട്ടിലെത്തണം കേട്ടോ, അല്ലെങ്കിൽ അച്ഛൻ ചീത്ത പറയും. ധോനി, ഇരുട്ടായി തുടങ്ങി. വണ്ടിയാണെങ്കിൽ പണി തരും ചെയ്തു. നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ പോവാൻ നോക്കാം. ഏതെങ്കിലും വണ്ടി കിട്ടുമോ നോക്കാം. ശരത്, ഒരു വണ്ടി വരുന്നുണ്ട്, അതിന് കൈ കാണിച്ചോക്ക്. ഹലോ, ഒരു ലിഫ്റ്റ് തരുമോ? ഹലോ സഞ്ജു, ഇത് അയാൾ ലിഫ്റ്റ് ചോദിക്കുന്നല്ലോ. വണ്ടി നിർത്ത്. അവിടെ ഒരു കിളി നിൽക്കുന്നുണ്ട്. ഹലോ, എന്താ ലിഫ്റ്റ് വേണോ? ഈ പൈങ്കിളി വരാത്തൻ്റെ ആള് കൊള്ളാലോ. ഷീസ് മൈ ഫിയാൻസി. ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി ഒന്ന് കംപ്ലൈൻ്റ് ആയി. ലിഫ്റ്റ് അല്ലേ? കയറിക്കോ, ഞങ്ങൾ എവിടെച്ചാ ഇറക്കി തരാം. ശരത് വേണ്ട, നമുക്ക് വേറെ ഏതെങ്കിലും വണ്ടി നോക്കാം. ഇരുട്ടായി തുടങ്ങി. എത്ര നേരം ഇവിടെ നിൽക്കാനാ? എന്തു പറ്റി? വേണ്ട ശരത്, എനിക്ക് പേടിയാവുന്നുണ്ട്. നമുക്കിനി ഇവിടെ നിൽക്കണ്ട. ഏയ് സ്വീറ്റി, എന്താ എന്തൊരു സ്വകാര്യം പറച്ചില്? നമുക്ക് പോവാനേ വാ. ഏയ്, കയ്യിന്ന് വിട്
ശരത് അവളുടെ കയ്യിൽ വിടണം. എടാ വിടണം. ഞങ്ങളുടെ കൂട്ടത്തിൽ എടുത്തിട്ട് തൊട്ടിട്ട് നീ ഇവിടുത്തെ ജീവനോടെ പോകുമെന്ന് വിചാരിച്ചോ? പിടിക്കണം അവനെ. ശരത് ശരത് അവനെ വിട്, ശരത്തിനെ വിട്. ഏട്ടന്മാരൊന്നും ചെയ്യുന്നില്ല. മോള് ഞങ്ങളുടെ കൂടെ വാ. അവനെ ഞങ്ങൾ വെറുതെ വിട്ടേക്കാം. വിട്, അവനെ വിട്, അവനൊന്നും ചെയ്യരുത്, വിട്. ധോനി ഓടിപ്പോ ധോനി. വിടറാ. വായ നല്ല ടൈറ്റായിട്ട് കെട്ട്, പുറത്ത് ശബ്ദം കേൾക്കരുത്. വാവ്, നിനക്ക് ഇത്ര എനർജിയോടാ. ചെല്ലടാ, നിന്റെ വീടല്ലേ. എടാ മിഥുനെ, പാതി ജീവനുണ്ട് അതിന്. എന്താ ചെയ്യാ? പ്രത്യേകിച്ച് എന്ത് ചെയ്യാനാ? പോകുന്ന വഴിക്ക് ആ റോഡരികിലെങ്ങാനും എറിഞ്ഞിട്ട് പോവാം. ഹലോ, ആരാ വിളിക്കുന്നേ? അതെ, അവളിവിടെ ഇല്ലല്ലോ. എന്താ? ഏട്ടാ, ശ്രീക്കലേ, എന്തു പറ്റി? ബ്ലീഡിങ് നന്നായിട്ടുണ്ട്, മേത്ത് നല്ല മുറിവുകളുണ്ട്. ഇത്തിരി ക്രിട്ടിക്കലാണ് കണ്ടീഷൻ. പിന്നെ ഒരാളല്ല. ഡോക്ടർ, ഞങ്ങളുടെ മോൾക്കൊന്നും പറ്റില്ലല്ലോ ഡോക്ടർ. 24 hours കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റൂ. ബ്ലീഡിങ് നിന്നാലേ. ഇത് പോലീസ് കേസാണെന്നറിയാലോ. പോലീസ് ഞങ്ങൾ വിവരം അറിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മോള് കാരണ ഞങ്ങളുടെ മോനിവിടെ ജീവച്ചവായിട്ട് കിടക്കുന്നത്. ഇനി ഈ കല്യാണം നടക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യുവർ ഓണർ, എന്റെ കക്ഷികളായ സഞ്ജയ്, മിഥുൻ, ഷാഹിർ എന്നിവർ നിരപരാധികളാണെന്നുള്ളതിന്റെ തെളിവുകൾ ഞാൻ അങ്ങേക്ക് മുന്നിൽ ഹാജരാക്കുകയാണ്. ഈ നിൽക്കുന്ന മിസ് ധൊരി അവരിൽ നിന്ന് പൈസ തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ഇതുപോലൊരു കേസ് ക്രിയേറ്റ് ചെയ്തത്. ഇവരുടെ സ്വഭാവം കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് പേരായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു മിസ് ധോനി എന്നുള്ളത്. അതിന്റെ തെളിവുകളും ഞാൻ ഇവിടെ ഹാജരാക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരു പെൺകുട്ടിയല്ല, സത്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു പെൺകുട്ടിയല്ല. വാദിഭാഗത്തിന് പ്രതിഭാഗത്തിനെതിരെ തെളിവുകളൊന്നും ഹാജരാക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് സഞ്ജു, ഷാഹിർ, മിഥുൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് കോടതി നിരുപാധികമായി വിട്ടയക്കുന്നു. ധോനി, റൂമിൽ തന്നെ ചടഞ്ഞുകൂടെ ഇരിക്കാതെ. അമ്മ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ആരും എന്താ ഇതിനെക്കുറിച്ചൊന്നും പറയാത്തെ? എന്ത് പറയാനാ? ഇനി കേസിനൊന്നും പോകാൻ പറ്റില്ല. കേസിന് പോയി നാണം കെട്ടി നിൽക്കുക. ഇനി ഞങ്ങൾക്ക് നയനയുടെ കാര്യം കൂടി ആലോചിക്കണം. നിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ. കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കാൻ വേണ്ടി നിനക്ക് സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി അത് മറന്നേക്ക്. മാനക്കേടോ? അവളുടെ കല്യാണക്കാരൊക്കെ പറഞ്ഞ് എനിക്ക് സംഭവിച്ച അനീതിക്ക് എനിക്ക് നീതി കിട്ടണ്ടേ അമ്മ? ഞാൻ നിങ്ങളുടെ മകളല്ലേ. എന്റെ വേദന എന്താ ആരും മനസ്സിലാക്കാത്തത്? കുട്ടി കേസിനും കൂട്ടത്തിനൊന്നും പോയി ശരിയാവില്ല. കല്യാണം നടക്കാൻ പോകുന്ന വീടാ മാനക്കേട് വരുത്തിക്കാൻ വേണ്ടിയിട്ട്. ശ്രീക്കല്ലേ, അമ്പലത്തേക്ക് വന്നേ, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവിടെ. ധോനി, നിനക്ക് എന്താ പറയാനുള്ളത്? എന്തിനാ നീ എന്നെ കാണണമെന്ന് പറഞ്ഞേ? ശരത്, നീ എന്റെ കൂടെ നിൽക്കില്ലേ? അവന്മാർക്കെതിരെ കേസ് കൊടുക്കാൻ പ്ലീസ് ശരത്. ധോനി, നടക്കുന്ന കാര്യം വല്ലതും പറയും. അവരുടെ മുന്നിൽ കേസ് കൊടുത്ത് നമ്മൾ തോറ്റു നിൽക്കുന്നതാ. ഇനി വീണ്ടും അത് സംഭവിക്കണോ? അവർക്ക് വലിയ ആൾക്കാരാ. നമുക്കൊന്നും അവരുടെ മുന്നിൽ ജയിക്കാൻ പറ്റില്ല. നീ മനസ്സിലാക്ക്. ശരത്, നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടതല്ലേ? നീ എന്റെ കൂടെ നിന്നില്ലെങ്കിൽ എങ്ങനെയാ ശരത്? എനിക്ക് സഹിക്കുന്നില്ല. ഒരുമിച്ച് ജീവിക്കാനോ? ധോനി, നിന്റെ അടുത്ത് ആരും ഒന്നും പറഞ്ഞില്ലേ അപ്പോ? എന്താ പറയാനാ ശരത്? ധോനി, നമ്മുടെ മാരേജ് അല്ല നടക്കുന്നത്. എന്റെയും നിന്റെ സിസ്റ്റർ നയനയുടെ മാരേജാ നടക്കാൻ പോകുന്നത്. എന്താ നീ പറയുന്നേ? നീ എന്നെയല്ലേ ഇഷ്ടപ്പെട്ടത്? അപ്പൊ നീ എന്റെ സിസ്റ്റർ എങ്ങനെ വിവാഹം കഴിക്കും? ധോനി, എത്രയാലും നീ റേപ്പിന് ഇരയായ ഒരു പെൺകുട്ടിയാ. എന്റെ അച്ഛനമ്മയ്ക്കൊന്നും നിന്നെ പോലെ ഒരു മരുമകളെ സ്വീകരിക്കാൻ താല്പര്യമില്ല. പിന്നെ നമ്മുടെ രണ്ടുപേരുടെയും കുടുംബത്തിലെ കല്യാണം പറഞ്ഞു വെച്ചുകൊണ്ടാ നിന്റെ സിസ്റ്ററുമായിട്ട് ഞാൻ മാരേജ് കഴിക്കാൻ പോകുന്നത്. ഐ എം സോറി ധോനി. ചേച്ചി എവിടെ പോയിരുന്നു? അമ്മ ഒരുപാട് ചേച്ചിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. നിന്റെ ഭാവി വരനെ കണ്ടിട്ട് വരാ. നന്നായിട്ടുണ്ട്. എന്തായാലും എന്നിൽ നിന്ന് എല്ലാം നീ തട്ടിയെടുത്തിട്ടില്ലല്ലോ.
ഞാൻ ആരെയും കല്യാണം കേൾക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടില്ല. വീട്ടുകാരായിട്ട് ഉറപ്പിച്ചതാ. പിന്നെ അവരെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ചേച്ചിയായിട്ട് അവരെ കരയിപ്പിക്കുന്നു. ചേച്ചിക്ക് ഇങ്ങനെയുള്ള സമയത്ത് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നവരെ ഈ നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കണം. നയന, ഇതിൽ മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? എന്തുകൊണ്ട് നീ ശരത്തിന്റെ അടുത്ത് പോയി പറഞ്ഞത്? എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി തീർക്കുന്ന നീ മാത്രം. ഒരു പ്രാവശ്യം കേസിന് പോയിട്ട് എന്തായിടി? ദേശീയ എന്നുള്ള പേര് മുദ്ര കുത്തി കിട്ടിയില്ല നിനക്ക്? മതിയായില്ല എന്നിട്ടും മറ്റുള്ളവരെ നാണം കെടുത്താൻ വേണ്ടി. രാത്രി കണ്ണടച്ച ആ ഓർമ്മകളാ വരുന്നത്. ഉറങ്ങാൻ പോലും പറ്റുന്നില്ല അച്ഛ. എന്റെ കൂടെ നിൽക്കച്ച. നിന്റെ കൂടെ നിന്നിട്ട് പുറത്തിറങ്ങി നടക്കുമ്പോൾ ആൾക്കാരെ കുത്തുവാക്കുകളും ഓരോ കുത്തി ചോദ്യങ്ങളാ നാണം കെട്ട് തല കുടിച്ച് നടക്കുന്നത്. നിനക്ക് ഞങ്ങളെ ഇനിയും ബുദ്ധിമുട്ടിക്കാനാണെങ്കിൽ ഇവിടെ നിൽക്കണമെന്നില്ല. ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിക്കോണം. ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ പോവാ. ആർക്കും വേണ്ടാത്ത ഒരു പാഴ് ജന്മായി ഞാൻ. ഇനി എന്തിനാ എന്റെ ജീവിതം? വിവരമല്ലോടി നിനക്ക്? ചാടി ചാവാൻ നിൽക്കുന്നു. നീ എന്ത് തെറ്റ് ചെയ്തിട്ടാ? തെറ്റ് ചെയ്തവന്മാര് അവിടെ സുഖിച്ച് നടക്കുമ്പോ ചാവുന്നോടി. നിനക്ക് കൊല്ലാനുള്ള ധൈര്യമുണ്ടോ? ഞാൻ കൂടെ ഉണ്ടാവും. കൊന്ന് കളഞ്ഞിക്കടി അവന്മാരെ. കൊല്ലാണ് ധൈര്യം എനിക്കില്ല. എനിക്ക് കൊല്ലും വേണ്ട ആരെയും. എനിക്ക് നീതി കിട്ടണം. എനിക്ക് ഉണ്ടായ നീതിക്ക് നീതി കിട്ടണം. എന്റെ ക്യാരക്ടർ മോശം അവന്മാര് വരുത്തി തീർത്തല്ലേ, അതെനിക്ക് തിരുത്തണം. അവന്മാർക്ക് ശിക്ഷ മേടിച്ച് കൊടുക്കണം. അതിനെന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ നിനക്ക്? അതോ മറ്റുള്ളവരെന്ത് നീയും? കൊല്ലാൻ കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ എനിക്കാണോടി ഇതിന് നിൽക്കാൻ പറ്റായക? ഞാനുണ്ട് കൂടെ. നിന്റെ കേസ് ഞാൻ വാദിക്കാം. ഈ വൈഭവ് കൃഷ്ണ വാദിച്ച ഒരു കേസും ഇതുവരേക്കും തോറ്റിട്ടില്ല. അഡ്വക്കേറ്റ് വൈഭവ് കൃഷ്ണ, അത് നീയായിരുന്നു. പക്ഷേ എന്റെ കയ്യിൽ പൈസ ഇല്ല തരാൻ. പണത്തിനെക്കാട്ടും വിലപിടിപ്പുള്ള ഒന്ന് നിന്റെ ഉണ്ടല്ലോ. എനിക്കത് മതി. മറ്റുള്ളവരെ ചവച്ചരച്ച് തുപ്പി ഈ ചണ്ടിയാണോ നിനക്ക് വേണ്ടത്? ഞാൻ പ്രണയിച്ചത് നിന്റെ ശരീരത്തെയല്ല, നിന്റെ ശബ്ദത്തെയും നിന്റെ ക്യൂട്ട് ഫേസിനെയോ. ഞാൻ നിന്റെ കേസ് വാദിക്കണമെങ്കിൽ നീ എന്റെ ഭാര്യയായിരിക്കണം. വൈഭ, ഇനി ഒരിക്കലും നിന്റെ ഈ കണ്ണുകൾ നിറയരുത്. ഈ വൈഭവ് കൃഷ്ണയുടെ ഭാര്യ ഒരു തൊട്ടവാടിയാവരുത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ എൻ്റെ കൈപ്പുണ്യം കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. വായിലെ നാവൊക്കെ ചത്ത് കിടക്കുക. അത്ര നന്നായിട്ടൊന്നും പാചകം ചെയ്യാൻ എനിക്ക് അറിയില്ല വൈഭവ്. അറിയാടും ഇത്ര നന്നായിട്ട് ഉണ്ടാക്കിയിട്ടില്ലേ? പിന്നെ കേസിന് ഞാൻ വീണ്ടും അപ്പീൽ കൊടുത്തിട്ടുണ്ട്. നീ ഓക്കെ ആണോ? നെക്സ്റ്റ് വീക്ക് എന്തായാലും വിചാരണ ഉണ്ടാവും. ഞാൻ ഓക്കെയാണ് വൈഭവ്. എന്താ ഉദയേട്ടാ ഒരു വിഷമം പോലെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പറ്റി? ധോനി, അതാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അവള് വീണ്ടും കോടതിയിൽ അപ്പീൽ കൊടുത്തിട്ടുണ്ട് കേസിന്. കിട്ടിയ മാനക്കേടൊന്നും പോരാഞ്ഞിട്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ അനുഭവിക്കണമെന്ന് ആലോചിക്കുമ്പോഴാ. അയ്യോ, നമ്മളിനി എന്ത് ചെയ്യട്ടാ? നയനയുടെ വീട്ടുകാരോട് എന്ത് പറയും? കല്യാണം കഴിഞ്ഞിട്ട് 2-3 ദിവസം പോലും ആയിട്ടില്ല. അവർ പ്രത്യേകം പറഞ്ഞല്ലേ കേസിനും കൂട്ടത്തിനൊന്നും പോവരുത്, രാഹുലിനെ ഇടപെടുത്തരുതെന്ന്. കേസ് ഹിയറിങ്ങിന് വന്നു കഴിഞ്ഞാൽ രാഹുലിനെ കോടതിയിൽ എന്തായാലും വിളിപ്പിക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നയനമ്മളുടെ ജീവിതം തകരും. കല്യാണം കഴിച്ചു എന്നാ കുറച്ച് മാന്യതയുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കണ്ടേ? നാട്ടുകാരോടും വീട്ടുകാരോടും ഒക്കെ എന്ത് പറയുമെന്തോ. നിനക്ക് വേറെ ആരും കിട്ടിയില്ലടാ കെട്ടാൻ വേണ്ടിയിട്ട്. കുടുംബത്തിന് മാനം കളയാൻ വേണ്ടി ഉണ്ടായവൻ. അല്ലെങ്കിലേ നീ താന്തോന്നിത്രം മാത്രമേ കാണിക്കത്തുള്ളൂ. ഡാഡാ, വിൽ യു സ്റ്റോപ്പ് ഇറ്റ്? ഞാൻ കേട്ടത് വന്യജീവിയെന്നല്ല, ഒരു പെണ്ണിനെ തന്നെയാ. ഇതിന് ഇത്ര വലിയ പറഞ്ഞുണ്ടാക്കാനൊന്നുമില്ല. പിന്നെ ഞാൻ ജീവിക്കാൻ പോകുന്ന നാട്ടുകാരും വീട്ടുകാരുടെ കൂടെയൊന്നല്ല, എൻ്റെ ഭാര്യയുടെ ഒപ്പ. അവളെ എൻ്റെ കൂടെ ജീവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ ഇഷ്ടപ്പെട്ടു, ഞാൻ കല്യാണം കഴിച്ചു. നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടിയല്ല, നിനക്ക് വേണ്ടി. നീ തന്നെ ജീവിച്ചാൽ മതി. ആ കൊച്ചിനെ വേദനിപ്പിക്കാൻ നിൽക്കരുത്. മോള് പേടിച്ചു പോയോ? ഡാഡ ചുമ്മാ പറഞ്ഞതാ. ഇവന്റെ മനസ്സിലിരിപ്പ് എന്താന്ന് പെട്ടെന്നൊന്നും പിടികിട്ടില്ല. ഇങ്ങനെ ഓരോ വില അവിട്ട് പൊട്ടിച്ചാലേ യഥാർത്ഥ കാര്യം വായിന്ന് പുറത്തു വരും. അതുകൊണ്ടാ. മോളെ ഡാഡയ്ക്ക് വിരോധമില്ല കേട്ടോ. ഹലോ, മതി മതി. കഴിക്കാൻ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞിട്ട് സ്ഥലം വിടാൻ നോക്ക്. നേരം വൈകിക്കണ്ട. താന്തോന്ന് നിന്നെ ഉണ്ടാക്കി തന്നല്ലടാ. ഒരു ദിവസം ഇവിടെ നിന്നിട്ട് പോകാൻ പറയടാ എൻ്റെ അടുത്ത്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഈ വീട് ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ദിവസം വരാം.
ഡാഡിപ്പം വല്ലതും കഴിക്കാൻ നോക്ക്. ധോനി, ഡാഡിക്ക് വല്ല ഫുഡ് എടുത്ത് വെക്ക്, എന്നിട്ട് വേഗം വണ്ടി വിടട്ടെ. ഓ നല്ല മോൻ, ഒരുപാട് നാൾ കാത്തിരുന്ന് കിട്ടേണ്ട അഹങ്കാരമില്ലടാ നിനക്ക്. ആ വെച്ചിട്ടുണ്ട് ഞാൻ. പിള്ളേരുണ്ടാക്കി വെച്ച ഓരോ കാര്യങ്ങൾക്ക് ഇപ്പൊ അനുഭവിക്കാൻ പോകുന്നത് നമ്മളും കൂടിയാ. ആ കേസ് തീർത്തതായിരുന്നു, പിന്നെ ആ പെണ്ണ് കുത്തിപ്പൊക്കി കൊണ്ടുവരും, അതിനങ്ങ് തീർത്താലോ. എന്തിനാ പേടിക്കുന്നേ? കൊന്നു കഴിഞ്ഞാൽ ഇരട്ടിപ്പടിയാവും. എന്തായാലും കേസ് കോടതിയിലെത്തി, ബാധിക്കുന്നത് ഞാനല്ലേ. അവളെ തൊലി ഉരിപ്പിച്ചിരിക്കും അവിടെ. സൈമൺ അങ്കിളെ, അവിടെ കൂടെ ഉണ്ടായിരുന്നവനെ ഞങ്ങൾ ഒതുക്കിയിട്ടുണ്ട്. അവരെന്തായാലും നമുക്കെതിരെ മൊഴി പറയില്ല. പക്ഷേ അവൾക്ക് വാദിക്കാൻ വക്കീലിനെ എവിടെ കിട്ടിയെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഏതവനായാലും നമ്മുടെ സൈമനെതിരെ മുട്ടാൻ ഒരുത്തിനും വളർന്നിട്ടില്ല. വൈഭവ്, ഇവനോ? മിസ്റ്റർ ശരത്, am I right? Yes. ശരത്, ധോനിക്ക് നടന്ന അപകടത്തിൽ നിങ്ങൾ ദൃക്സാക്ഷിയല്ലേ? നോ. ധോനിയുടെ ഒപ്പം അന്ന് രാത്രി നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ ഈ കല്യാണത്തിന്റെ തലേ ദിവസമാണ് ഈ സംഭവം നടന്നത്. ധോനിയെ ബ്യൂട്ടി പാർലറിൽ കൊണ്ട് തിരിച്ചു കൊണ്ടുവന്നത് നിങ്ങളല്ലേ? ഇല്ല, ഞാൻ ധോനിയുടെ ഒപ്പം ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കല്യാണം അതിന്റെ മുന്നത്തെ ദിവസമാണ് മുടങ്ങിയത്. ശരത്, നീ എന്തിനങ്ങനെ നോണ പറയുന്നേ? നീ അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ? മിസ് ധോനി, പ്ലീസ് ക്വയറ്റ്. ഞാൻ ഇവിടെ ചോദിക്കുന്ന കേട്ടില്ലേ? മിസ്റ്റർ ശരത്, നിങ്ങൾ അന്ന് ധോനിയുടെ ഒപ്പം ഉണ്ടായിരുന്നെന്നല്ല എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. അന്ന് ബ്യൂട്ടി പാർലറിൽ നിന്ന് ധോനി നിങ്ങളുടെ ഒപ്പാണ് ഇറക്കി വന്നത്. നിങ്ങളുടെ കാറ് തിരിച്ചു പോരുകയും ചെയ്തു. നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്നതിന്റെ CCTV ഫുട്ടേജ് ഞാൻ കോടതി മുന്നങ്ങ ഏൽപ്പിക്കുന്നു. ഓ ഷിറ്റ്, ഇങ്ങനെ കാറുണ്ടായിരുന്നു. നീയൊന്നും മര്യാദക്കെതിരെ കുറിച്ച് അന്വേഷിച്ചില്ലേ? നോൺസെൻസ്. അയ്യോ അങ്ങളെ, ഇനിയിപ്പോൾ അവൻ മൊഴി മാറ്റിക്കാനും പറയോ? പണിയാവോ അങ്ങളെ? അവൻ മൊഴിയൊന്നും മാറ്റില്ല. മാറ്റി എന്ത് സംഭവിക്കുന്നു അവനെ നന്നായിട്ട് അറിയാം. മിസ്റ്റർ ശരത്, ഇത്രയും നേരം ഇവിടെ നിന്ന് കള്ളങ്ങൾ പറഞ്ഞത് താങ്കൾ ആർക്ക് വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു? അത് ഞാൻ പേടിച്ചിട്ട് പറയുന്നതാ. ഞാൻ തൊഴിലൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് എന്നൊരു ആക്സിഡന്റ് പറ്റി. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിഞ്ഞൂടാ. ധോനീനെ ആരും ഉപദ്രവിച്ചതായിട്ട് എനിക്ക് അറിയില്ല. ഇത്രയും കള്ളം പറഞ്ഞ് തനിക്ക് ഈ ഒരു കള്ളം കൂടി പറയാനാണോ? താന് മറ്റാരെങ്കിലും പേടിച്ചിട്ടാണോ നീ ബാക്കിയുള്ളതെല്ലാം പറയാതിരിക്കുന്നത്? എനിക്കിതിന് മാത്രം ഒന്നും പറയാനില്ല. സത്യമായിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ, സത്യമായിട്ടും. സൈമൺ, നീ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇയാളുടെ അടുത്ത്? ഇല്ല മാം, എനിക്ക് ക്ലോസിങ് ചെയ്യാനുള്ളത് മിസ് ധോനിയോടാണ്. ഓക്കെ, പ്രൊസീഡ്. ധോനിക്ക് അന്ന് സംഭവിച്ചത് ഫസ്റ്റ് ടൈം അല്ലെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും അന്ന് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് പറയാമോ? എനിക്കിത് ഫസ്റ്റ് ടൈം അല്ലെന്ന് സാറിന് എങ്ങനെ അറിയാം? എന്റെ ജീവിതത്തിൽ എന്ത് നടക്കുന്നുണ്ട് കണക്കെടുപ്പെടുക്കലായിരുന്നോ മിസ്റ്റർ അഡ്വക്കേറ്റ് സൈമന്റെ ജോലി? മിസ് ധോനി, ബിഹേവ് യുവർസെൽഫ്. ഇത് കോടതിയാണ്. ഞാൻ ചോദിച്ചതിനുള്ള മറുപടി മാത്രം പറഞ്ഞാൽ മതി. എന്താ അറിയേണ്ടത്? എന്നെ വലിച്ചയച്ച് കാരക്കേറ്റി അമ്മരെ വീട്ടിൽ കൊണ്ടിട്ട് പീഡിപ്പിച്ചപ്പോണ്ടായ ബുദ്ധിമുട്ടൊന്നും എനിക്കിവിടുത്തെ പറയുന്നോണ്ടില്ല. എന്നെ പിച്ച് ചീന്തി എന്നെ കടിച്ച് പറിച്ച് എന്നിൽ അവന്മാരെ സുഖം കിട്ടുന്നെത്തുമ്പോ ഞാൻ കിടന്ന് നരകിക്കായിരുന്നു. അവന്മാരെ ആവശ്യം കഴിഞ്ഞ് അങ്ങ് റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയി. എന്താ ഇനി കൂടുതൽ പറയണം? മതി, പ്രത്യേകിച്ച് പറയണമെന്നില്ല. യുവർ ഇവരുടെ കയ്യിൽ ഇപ്പോഴും എൻ്റെ കക്ഷികൾക്കെതിരെ ഒരു തെളിവും ഇതുവരെയായിട്ടും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കേസ് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. യുവർ തെളിവിന് കുറച്ച് സമയം തരണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുന്നു. നെക്സ്റ്റ് വീക്ക് 28-ന് ഇതിന്റെ ലാസ്റ്റ് ഹിയറിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. എന്ത് പറ്റുമോ ചേട്ടാ? ഇവളെന്താ കൂടെ വന്നത്? അല്ല, ശരത്ത് മോനെ എവിടെ? ശരത്ത് വീട്ടിലേക്ക് പോയി. ഇവളെന്തായാലും കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ. ഇപ്രാവശ്യം കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഏട്ടൻ എന്താ പറയുന്നതെന്ന് വ്യക്തമാക്കിയിട്ട് പറയൂ. ചേച്ചിയുടെ അഡ്വക്കേറ്റ് ഈസ് വെരി ഡിഫറെന്റ്. നമ്മൾ വിചാരിക്കുന്ന പോലെ കേസ് ഇപ്രാവശ്യം നിസ്സാരമായിട്ട് പോവില്ല. പിന്നെ ചേച്ചിയുടെ ക്യാരക്ടർ അതെന്തോ ചേഞ്ച് ആയ പോലെ എനിക്ക് തോന്നുന്നു. വൈഭവ്, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നീ ഇപ്പൊ പറഞ്ഞോ. ഞങ്ങൾ നാളെ തിരിച്ചു പോകുന്ന നിനക്ക് അറിയാലോ. അതിന് മുന്നേ എല്ലാം ക്ലിയർ ചെയ്യാൻ ചിട്ടാ. ഇപ്പൊ തന്നെ ചെയ്തുന്ന ഉപകാരങ്ങൾക്ക് തന്നെ ഒരുപാട് നന്ദിയിടാം. ലാസ്റ്റ് ഹിയറിംഗ് അതൊക്കെ അവന്മാരുടെ അവസാനത്തെ പുറലോകം കാണുന്നതായിരിക്കും. എന്തായാലും താങ്ക്സ് ഡാ, താങ്ക് യു സോ മച്ച്. ഓ അയ്യോ,
പെട്ടിയിലിട്ട് കൂട്ടി വെച്ചോളാം നിന്റെ ടാൻസ്. ഒന്ന് പോടാ, ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലാ ടാൻസ്. എടാ സുധീയുടെ കാര്യം എന്തായി? അവനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. എന്തായാലും അവന്മാര് ജയിലിലേക്ക് കയറട്ടെ, ബാക്കി പിന്നെ. ഹായ്, കോഫിയും സ്നാക്സ് ഒക്കെ കഴിക്കേ. എന്തായാലും കഴിക്കാതിരിക്കുന്നേ, കഴിക്കേ. ആ സുധി വിളിക്കുന്നുണ്ട്, ഞാനിപ്പോ വരാം, നിങ്ങൾ സംസാരിക്കേ. ധോനി, താൻ ഇപ്പോഴും പഴയ പോലെ തന്നെയാണോ? അവനെ ഇഷ്ടപ്പെടാൻ എനിക്ക് കഴിയുന്നുണ്ടോ? അവന് പഴയ പോലെ വേദനിപ്പിക്കരുത് കേട്ടോ, ഞങ്ങളുടെ ഒരു ചെറിയ റിക്വസ്റ്റാ. ധോനി, വേറെ ഒന്നും വേണ്ടല്ല കേട്ടോ. നീ അന്ന് ശരത്തിന് ഇഷ്ടമാണെന്ന് പറഞ്ഞ ദിവസം അവൻ ഒരുപാട് തകർന്നതാ. അവൻ താന്തോന്നിത്തരം കയ്യിലുണ്ടെങ്കിലും ഒരു പാവ. നിന്നെ ഒരുപാട് അവൻ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അവന് സ്നേഹം ശരിക്കും പ്രകടിപ്പിക്കാനൊന്നും അറിയില്ല. ദേഷ്യത്തോടെ കാണിക്കൂ. നീ ഇനിയും ഒരിക്കലും ഞാൻ വൈഭവനെ വേദനിപ്പിക്കില്ല. വീട്ടുകാർക്കും സ്നേഹിച്ചെന്ന് പറഞ്ഞ് കൂടെ നടന്നവനും എന്നെ വേണ്ട. അങ്ങനെയുള്ള ഞാൻ മരിക്കാൻ പോയതാ. ആ എനിക്ക് ധൈര്യം തന്ന് സ്വന്തം പെണ്ണായി കൂടെ നിർത്തിയ എൻ്റെ വൈഭവനെ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? വേദനിപ്പിക്കാൻ കഴിയും തോന്നുന്നുണ്ടോ? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് വൈഭവനെ. വൈഭവ്, എന്തു പറ്റി? കുറെ നേരമായില്ലേ ഇരിപ്പ് തുടങ്ങിയിട്ട്? ധോനി, നീ സൂര്യയുടെ അടുത്തും ഇവാന്റെ അടുത്തും പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അത് നിന്റെ മനസ്സിൽ നിന്ന് പറഞ്ഞതാണോ, അതോ വെറുതെ നിനക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്? വൈഭവനോട് ചെയ്ത തെറ്റിന്, നിന്നെ വിഷമിപ്പിച്ചതിന് എനിക്ക് തന്ന ശിക്ഷയത് ദൈവം. നിന്റെ യഥാർത്ഥ സ്നേഹം മനസ്സിലാക്കാതെ പോയതിനുള്ള ശിക്ഷ. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ സ്നേഹം, നിന്റെ പ്രണയം. എനിക്ക് വൈഭവനെ ഒരുപാട് ഇഷ്ടമാണ് ശരിക്കും. എന്ത് പറ്റി? ധോനി, വാട്ട് ഹാപ്പൻ? സോറി വൈഭവ്, എൻ്റെ മനസ്സിലേക്ക് വീണ്ടും ഓർമ്മകൾ എനിക്ക് വേദനിക്കുന്നു. നോ പ്രോബ്ലം ബേബി, റിലാക്സ്. ഞാൻ വെയിറ്റ് ചെയ്യാം. അവന്മാർക്ക് ശിക്ഷ മേടിച്ച് കൊടുത്തിട്ടേ ഇനി ഞാൻ നിന്റെ ശരീരത്തിൽ തൊടും. റോഡിൽ വെച്ച് ധോനിയെ കാറിൽ ബലമായി പിടിച്ചു കയറ്റുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് മാഡം ഈ കാണുന്നത്. ഓ ഷിറ്റ്, നീയൊക്കെ എന്ത് തെളിവ് നശിപ്പിക്കലാണ് നശിപ്പിച്ചു വെച്ചിരിക്കുന്നത്? നീയൊക്കെ തെളിവ് അവന് കൊണ്ടു കൊടുത്തിരിക്കുകയാണോ? ഇവനിതൊക്കെ ഇവിടുന്ന് കിട്ടി? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് വിശദീകരണം മിസ്റ്റർ സഞ്ജു, ഷാഹിൻ, മിഥുന് നൽകാനുള്ളത്? നിങ്ങൾക്ക് 3 പേർക്കും ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പറ്റില്ലെങ്കിൽ എന്നാണ് നിങ്ങളെ ധോനിയെ കൊണ്ടുപോയി ചെയ്തതെന്നൊന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കാനില്ല. എന്താ മിഥുൻ നിങ്ങൾക്ക് ഇതിലൊന്നും പറയാനില്ലാത്തത്? നിങ്ങൾ ആ കുട്ടിയുടെ മുൻപ് വൈരാഗ്യം വെച്ച് ആ കുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് മനഃപൂർവ്വം പീഡിപ്പിച്ച് അതിനെ കൊല്ലാൻ ശ്രമിച്ചു. വാട്ട്? അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ആദ്യമായിട്ട് അവളെ കാണുന്നത്. വേണം പറയരുത് മിഥുൻ. നിങ്ങൾ അവളെ മുന്നേ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവളെ ഇഷ്ടമുണ്ടായിരുന്നു. അത് തുറന്നു പറഞ്ഞിട്ട് ആ കുട്ടി റിജക്റ്റ് ചെയ്തതിന്റെ വൈരാഗ്യമാണ് നിങ്ങൾ ഇവിടെ തീർത്തത്. സഞ്ജു, നിനക്കറിയായിരുന്നോ കുട്ടീനെ? നീ അവളെ പ്രപ്പോസ് ചെയ്തിരുന്നോ? ഞാൻ ആദ്യമായിട്ട് ആ പെണ്ണിനെ അവിടെ വെച്ച് കാണുന്നത്. ഞാനും പ്രപ്പോസ് ചെയ്തിട്ട് പോലുമില്ല. ഇയാൾ ഇതെന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? സത്യം പറയൂ മിഥുൻ, നിങ്ങൾ അവരെ ശ്വാസം പൊട്ടിച്ച് കൊല്ലാൻ നോക്കി. ധോനി മരിച്ചെന്ന് കരുതിയിട്ടാണ് ആ കുട്ടിയെ റോഡിൽ നിങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് പോയത്, അല്ലേ മിഥുൻ? അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് 3 പേർക്ക് അവളെ അറിയില്ല. ഫസ്റ്റ് ടൈം കാണുന്നത്. ഞങ്ങളുടെ സുഖത്തിന് വേണ്ടി ഞങ്ങൾ അവളെ ഉപയോഗിച്ചു. കൊല്ലാനും ശ്രമിച്ചിട്ടില്ല. ജീവനോടെ ഞങ്ങൾ റോഡിലേക്ക് വലിച്ചു. മിഥുൻ സ്വന്തം നാവിൽ നിന്ന് തന്നെ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. തൻ്റെ കൂടെ തൻ്റെ കൂട്ടുകാരും ഇതിനൊപ്പം ഉണ്ടായിരുന്നെന്ന് മിഥുൻ്റെ മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവർക്ക് തക്കതായ ശിക്ഷ നൽകി കോടതി വിധി കൽപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഹിറോണൈൻ, ഈ പെൺകുട്ടിക്ക് വേണ്ടി വിധി അനുകൂലമാക്കി കൊടുക്കരുത്. എൻ്റെ കക്ഷികൾ നിരപരാധികളാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരുപാട് പേരുടെ കൂടെ കയറി കിടക്കുന്ന ഈ കുട്ടിക്ക് ഇവര് 3 പേരും ഒന്നുമല്ല. മാഡം, ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. മാം, ഇതിനപ്പുറത്തേക്ക് ഞാൻ വീഡിയോ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മിസ്റ്റർ വൈഭവ് കൃഷ്ണയ്ക്ക് ധോനി കൊടുക്കുന്നത് പണമല്ല, പോസ്റ്റഡ്. മിസ്റ്റർ വൈഭവ് കൃഷ്ണ, താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? മാം, ഞങ്ങൾ 2 പേരും അഡൾട്ടാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വകാര്യതയില്ലേ. പിന്നെ ഈ കേസ് കാരണം എൻ്റെ ധോനിയുടെ ക്യാരക്ടറിന് ഇത് ബാധിക്കുമെങ്കിൽ സോറി മാം, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഷീസ് മൈ വൈഫ്. ലീഗലി എൻ്റെ ഭാര്യയാണ് ധോനി.
ഇത് റിവീൽ ചെയ്യാൻ എനിക്കിപ്പോൾ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ കേസ് കഴിഞ്ഞതിന് ശേഷം റിവീൽ ചെയ്യാന്ന് വിചാരിച്ചതാ. ഈ വീഡിയോ എൻ്റെ ക്യാരക്ടേഴ്സിനെ കാണിച്ചിട്ട് ഇട്ടതായിരിക്കാം, പക്ഷെ അത് വൈഭവിനെ ബാധിക്കരുത്. ഞാൻ വൈഭവിനെ ഒരുപാട് സ്നേഹിക്കും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മാം, ഒരു പെൺകുട്ടിക്ക് പീഡനം അനുഭവിക്കുന്നതിനെക്കാട്ട് ഏറ്റവും കൂടുതൽ വേദന എന്തെന്നറിയും? അതറിഞ്ഞ വീട്ടുകാരും നാട്ടുകാരൊക്കെ അവളെ വിരൽ ചൂണ്ടി കുറ്റപ്പെടുത്തുന്നതാ. അവളെ കൂടെ ഒന്ന് നിന്ന് അവളെ സമാധാനിപ്പിച്ച് അവൾക്ക് നീതി മേടിച്ചു കൊടുക്കാൻ ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല. അവളാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ എല്ലാവരും കാണും. ഇത് കാരണം എൻ്റെ വീട്ടിൽ നടക്കാൻ എനിക്ക് പുറത്താവേണ്ടി വന്നു. എനിക്ക് കൂട്ടുന്നത് വൈഭവം മാത്രം. മിസ്റ്റർ സൈമൺ, മറ്റുള്ളവരുടെ സ്വകാര്യത കയറി ഇടപെടാൻ നിൽക്കരുത്. അതിനുള്ള ശിക്ഷ തനിക്ക് ഞാൻ പറയുന്നുണ്ട്. എന്തായാലും IPC സെക്ഷൻ 376 പ്രകാരം ഈ 3 പേർക്കും ജീവപര്യന്ത ശിക്ഷ തന്നെ ഞാൻ വിധിക്കുന്നു. വൈഭവം നന്നായി ശരിക്ക് ജീവപര്യന്തല്ലേ? ഇവന്മാരെ പുറത്തേക്കാൻ എനിക്ക് ഇനിയും സമയമുണ്ട്. ഈ സൈമൺ ഒരു കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തോൽക്കലൊരിക്കലും. ഇത് ധോനി അവന്മാർക്ക് കൊടുത്ത പണിഷ്മെന്റാ, കോടതിയുടെ നീതി. ഞാൻ അവന്മാർക്ക് കൊടുക്കാൻ വന്ന പണിഷ്മെന്റ് നാളത്തെ സൂര്യോദയം അവന്മാര് കാണില്ല. 3 മോളെ ധോനി, ഈ വിളിയോ സാമീപ്യമോ ഞാൻ ആഗ്രഹിച്ച സമയത്ത് എനിക്ക് ഉണ്ടായിട്ടില്ല. ഇനി എനിക്കതിൻ്റെ ആവശ്യവുമില്ല. നിങ്ങളുടെ 2ാമത്തെ മകളെ തന്നെ നിങ്ങളെ പുന്നരിച്ച് സ്നേഹിച്ച് നടന്നാൽ മതി. പിന്നെ ഇവനെ സൂക്ഷിച്ചോ. എന്നെ ഇഷ്ടപ്പെട്ട് എൻ്റെ കൂടെ നിന്നിട്ട് എനിക്കൊരാവശ്യം വന്നപ്പോൾ ചതിച്ചിട്ട് പോയതാ. നിനക്കും ആ അവസ്ഥ തന്നെ വരാൻ പോകുന്നത്. ഇനി ഈ കുടുംബമായിട്ട് എനിക്കൊരു ബന്ധമില്ല. ധോനി, കേസ് വിജയിച്ചല്ലോ. ഇനി ഇതിട്ട് ട്രീറ്റ് എനിക്ക് തരുന്നില്ലേ? ഇതിനു വേണ്ടി നീ എന്ത് മധുര പലഹാര എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്? എന്നെ തന്നെയാ ഞാൻ നിനക്ക് നൽകാൻ പോകുന്നത്. തടസ്സമായി നിന്നത് എനിക്കിന്ന് ഒഴിവാക്കി തന്നു നീ. ഇനി നിന്നിലലിഞ്ഞ് എൻ്റെ പഴയ ഓർമ്മകളെ ഇല്ലാതാക്കണം. നിന്റെ മാത്രം ധ്വനിയായി എനിക്കിനി ജീവിക്കണം. അവന്മാർ എത്രയും പെട്ടെന്ന് പുറത്തു കിടക്കുന്നുള്ള സന്തോഷത്തില്ല. ഡോർ എന്തായാലും ഞാൻ ലോക്ക് ചെയ്തോളാം. കഴിഞ്ഞു കഴിഞ്ഞാൽ ബോഡിയൊക്കെ എടുത്ത് അവിടെ ക്ലീൻ ചെയ്തോണം. താൻ ആരാടോ? ഷാഹി, എനിക്കൊന്നുമില്ല. താൻ ആരാടോ? നിങ്ങൾ 3 എണ്ണത്തിൻ്റെയും കാലിൻ്റെ കയറുമായിട്ട് വന്നതാ ഞാൻ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ ദിവസം കൂട്ടബലാത്സംഗ കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട സഞ്ജു, ഷാഹി, മിഥുൻ എന്നീ 3 പ്രതികൾ ജയിലിൽ കുറ്റവാളികൾക്കൊപ്പം മൽപ്പിടുത്തമുണ്ടായി ദാരുണമായി കൊലപ്പെട്ടിരിക്കുന്നു. സാറ് തിരിച്ച് വീട്ടിലെത്തിയോ? എന്താടാ, സുഖായിരിക്കുന്നോ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ എപ്പോഴും വീട്ടിലെത്തി സുഖമായി കുളിയൊക്കെ കഴിഞ്ഞു. ഒരു മിനിറ്റേ, ഞാൻ ഫോണിന്ന് ഇവിടെ വെക്കട്ടെ. ഓഹ്, ഭാര്യയില്ലാത്ത കാരണം സ്വന്തമായി പണിയെടുക്കേണ്ട അവസ്ഥ. പിന്നെ നിനക്കവിടെ സുഖമാണല്ലോ, കണ്ണിരിഞ്ഞിട്ട് വയ്യ. മാളൂട്ടിയിട്ട് പിണങ്ങി നിൽക്കാൻ നിന്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞോ? നിന്റെ വെട്ടുപോത്തിന്റെ സ്വഭാവം സഹിക്കുന്ന അവൾക്ക് വല്ല അവാർഡും കൊടുക്കണം. എന്നിട്ട് പിന്നെ കരച്ചിലും. ഡേ പോടേ കണ്ണുനീറ് നുലിയമ്മലും പറയും, വെച്ചിട്ട് പോടാ. താങ്ക് യു സോ മച്ച് സുധി. നീ ചെറിയൊരു ഹെൽപ്പല്ല എനിക്ക് ചെയ്തത്. എങ്ങനെയാണ് പെണ്ണെ നിന്റെ താങ്ക്സ്? ന്യൂസ് ഞാനും കേട്ടിരുന്നു വൈഭവ്, നീയല്ലേ? നിന്റെ പണിഷ്മെന്റ് നീ കൊടുത്തപ്പോ എന്റെ പണിഷ്മെന്റ് ഞാൻ കൊടുക്കണ്ടേ? എന്റെ പെണ്ണിനെ തൊട്ടാ അതിനെ വെറുതെ വിടാൻ പറ്റുമോ? പിന്നെ എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, വേഗം വരുന്നുണ്ടാക്ക്. ഫുഡൊക്കെ റെഡിയാണ്, അങ്ങ് കഴിച്ചാൽ മാത്രം മതി. എന്താ ഇത്ര ആലോചിക്കുന്നത്? നീ കോളേജിലകത്ത് പാടിയ പാട്ടില്ലേ, അതൊന്ന് പാടിത്തരൂ പ്ലീസ്. ഇപ്പോഴോ?
പാടാലോ. ഡാഡിയുടെ കുട്ടിമോയിൽ എവിടെ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എവിടെയും തപ്പണ്ട, ദാ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് ഡാഡിയുടെ കുട്ടി. അമ്മയെ പോലെ തന്നെ പാട്ടിനോടാണല്ലോ ഇവൾക്ക് ഇഷ്ടം.